എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോവയ്ക്ക കൊണ്ടൊരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിനായി കോവയ്ക്ക ഞാൻ നന്നായി കഴുകി എടുത്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, സവാള, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴണ്ടി വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചട്ടിയുടെ നടുവിലേക്കാക്കി കുമിച്ച് വയ്ക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു അടപ്പിട്ട് അടച്ചിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ കോവയ്ക്കയിലുള്ള ജലാംശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി കോവയ്ക്ക വേവാനായിട്ട് ഈ വെള്ളം തന്നെ ധാരാളമാണ്. വീണ്ടും ഇത് ചട്ടിയുടെ നടുവിലേക്ക് കുമിച്ച് വെച്ചിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. കോവയ്ക്ക ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ജലാംശമുണ്ട്. അത് പോകാനായിട്ട് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ ബാക്കിയുള്ള ജലാംശം കൂടി പോയിട്ട് കോവയ്ക്ക പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാണ്. ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി. ഹെൽത്തി ആയിട്ടുള്ള ഈ കോവയ്ക്ക മെഴുക്കുപുരട്ടി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.